ഹായ് എവരിവൺ. ഇത് ഇനി എന്തെങ്കിലും മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടോ ഒന്ന് എക്സ്ട്രീം ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റേജിനും കൂടെ ഇറങ്ങാനുള്ള ഒരു കോച്ചിനായിട്ടുള്ള വർക്കൗട്ട് ചെയ്തോ. ഹായ് എവരിവൺ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഞാനൊരു മെൻ ഫിസിക് കോമ്പറ്റീഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ ചെയ്തിട്ട് അതിൽ ഓവറോൾ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതായത് നിന്റെ കോച്ച് ആരാ, അല്ലെങ്കിൽ എന്തൊക്കെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്ത്, ഇനി എന്തെങ്കിലും മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇതിന് എല്ലാവർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യാമെന്ന്. സോ അപ്പോൾ എനിക്കും കുറച്ച് പരിപാടി ഈസിയാണ്, കേൾക്കാൻ നിങ്ങൾക്കും കുറച്ചുകൂടെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നോളജ് എടുക്കാനും പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്തത് ഏതെങ്കിലും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിനായിട്ടുള്ള വർക്കൗട്ട് ചെയ്തോ അങ്ങനെയൊന്നുമല്ല. കാരണം ഞാൻ പറയാൻ കാരണം, പല ആൾക്കാരും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു കോച്ച് ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് പ്രീമിയം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കോച്ച് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് മെഡൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ട്. സോ അത് തെറ്റാണ്. എന്ന് വെച്ചൊരു കോച്ചിന്റെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഈ ഫീൽഡിലാണ്, നിങ്ങൾക്ക് നെല്ലും പതിരും കണ്ടാൽ തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈനാണെങ്കിലും നിങ്ങളുടെ സറൗണ്ടിങ്സിലും ഒരുപാടധികം നോളജുള്ള ആൾക്കാരുണ്ട്. സോ അത് ത്രൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കളക്ട് ചെയ്ത് എന്താണ് തെറ്റ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു ഒരു എക്സാമ്പിളാണ് ഞാൻ. കാരണം എൻ്റെ ഈ കോമ്പറ്റീഷനിൽ ഒരുപാടധികം എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അർച്ചിതാണ്. സോ ഞാനും അവനും കൂടിയിട്ടുള്ളൊരു ഒരു ഗ്രൂപ്പ് വർക്കാണ് ഈ മെഡലിലേക്ക് എത്തിച്ചത്. കാരണം സെയിം മൈൻഡ് സെറ്റിലെ രണ്ടാൾക്കാർ ഒന്നിച്ചാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ടാണ് ഞാൻ ഈ ഗോൾഡ് മെഡൽ കാണുന്നത്. ആക്ച്വലി ഞാനൊരു വേറൊരു കട്ടിങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ കുറച്ച് മാസം കഴിഞ്ഞാൽ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാനപ്പോൾ അവനോട് സംസാരിച്ചു, ഇങ്ങനെ ഓൾറെഡി നമ്മൾ കട്ടിങ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒന്ന് എക്സ്ട്രീം ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റേജിനും കൂടെ ഇറങ്ങാന്നുള്ളൊരു പ്ലാനിൽ മാത്രമാണ് ഞാൻ ഈ കോമ്പറ്റീഷൻ ചിന്തിച്ചത് തന്നെ. സോ അപ്പം ചെയ്ത് വന്നപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായി. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും നോളജ് കളക്ട് ചെയ്ത്, അതുപോലെ തന്നെ പല ഫോറംസിൽ നിന്ന് പല റിസർച്ചേഴ്സ്, അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടാവുന്ന എല്ലാത്തരം നോളജുകളും നമ്മൾ കളക്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അല്ലാതെ ഞാനിപ്പോൾ ഒരു നല്ലൊരു കോച്ചിനെ ഹയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുവാണെങ്കിൽ അത് സാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനൊരു ഗോൾഡോ എന്താണെങ്കിലും ഒരു അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. സോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു ബോഡി ട്രാൻസ്ഫർമേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ട്, നിങ്ങൾക്ക് സറൗണ്ടിങ്സിൽ ആവശ്യമുള്ള നോളജ് കളക്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും മാറിയിരിക്കരുത്, മുന്നോട്ടേക്ക് വരിക, ഉള്ള എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, എൻ്റെ ട്രാൻസ്ഫർമേഷനെ പറ്റി കുറച്ചും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാനൊരു ലൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും അവനും കൂടെ ഒരു ലൈവ് ഇൻസ്റ്റഗ്രാം ത്രൂ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ചോദിക്കുക. പിന്നെ സമയം കാര്യങ്ങളൊക്കെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, ശരി.